നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നലെ നമ്മൾ എന്താണ് വേർബ്സ് എന്നും എന്താണ് ഓക്സിലറി വേർബ്സ് എന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഓക്സിലറി വേർബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സോ ഇന്ന് നമുക്ക് ഓക്സിലറി വേർബ്സിനെ കുറിച്ചൊരു എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ ലഭിക്കും. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ഓക്സിലറി വേർബ്സ് ഏതൊക്കെയാണെന്ന്. അതായത് ഈസ്, ആം, ആർ, വാസ്, where, how, has, had, do, does, did, will, would, shall, should, can, could, may, might, must, need, dare, used to and ought to. ഇവയൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ്സ്. Now let's begin our exercise. So here it says he dashed a car. അവന് ഒരു കാർ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹാസ്, ഹാഡ്, ഹാവ്, ഡു എന്നീ ഓക്സിലറി വെർബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഓക്സിലറി വെർബാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? ഹി ഡാഷ് എ കാർ. അവന് കാർ ഉണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് മീനിങ് വരുന്ന ഒരു ഓക്സിലറി വെർബ് ഏതാണ്? ഹാസ്, ഹാഡ്, ഹാവ്, ഡു. ഇതിൽ നമുക്ക് ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട്, ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് മീനിങ് വരുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ ഹി എന്നുള്ളത് ഏകവചനമായതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഹാസ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഏതാണ് സിംഗുലർ, ഏതാണ് പ്ലൂറൽ. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ് വളരെ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഹാസ്, ഏതാണ് ഹാവ്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എന്താണ് ഓക്സിലറി വെർബ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഈ എക്സസൈസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് മനസ്സിലായി, ഹി ഹാസ് എ കാർ. സോ ഹാസ് ഈസ് ദ ഓക്സിലറി വെർബ് ഹിയർ. സോ വി ഷുഡ് യൂസ് ഹാസ് ആസ് ദ ഓക്സിലറി വെർബ് ഹിയർ. ഹി ഹാസ് എ കാർ. ലെറ്റ്സ് സീ അനദർ വൺ. ഇന്ത്യ ഡാഷ് മെനി സ്റ്റേറ്റ്സ്. ഇവിടെ അതുപോലെ തന്നെയാണ്, അല്ലേ? ഇന്ത്യക്ക് പല സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യ ഹാസ്, ഹാഡ്, ഓർ ഹാവ്, ഓർ ഡു. ഉണ്ട് എന്ന് മീനിങ് വരാൻ നമുക്ക് രണ്ട് വേർബ്സ് ആണുള്ളത്. ഒന്ന് ഹാസ് ആൻഡ് ഹാവ്. ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നൊരു മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഹാസ് ഓർ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം ഇന്ത്യ ഈസ് ഓൺലി വൺ, റൈറ്റ്? സോ വി നീഡ് ടു യൂസ് ഹാസ് ആസ് ദ ഓക്സിലറി വെർബ്. ഇന്ത്യ ഹാസ് മെനി സ്റ്റേറ്റ്സ്. സോ ഇന്ത്യക്ക് പല സംസ്ഥാനങ്ങൾ ഉണ്ട്. ലെറ്റ്സ് സീ അനദർ വൺ. ദേ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കൊടുത്തിട്ടുണ്ട് ഈസ്, ഹാസ്, ഡിഡ്, ഓർ ആർ. സോ അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലേ? അപ്പോൾ നമുക്ക് ഏതാ ഉപയോഗിക്കാം? ദേ പ്ലൂറലിൻ്റെ കൂടെ ദേ ഈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ദേ ഹാസ് പ്ലേയിങ് എന്ന് പറയാൻ പാടില്ല. ദേ ഡിഡ് പ്ലേയിങ്, ദാറ്റ്സ് ഓൾസോ റോങ്. അപ്പോൾ നമുക്ക് ഏതാ ഉപയോഗിക്കാൻ പാടുള്ളൂ? ദേ ആർ എന്ന ഓക്സിലറി വെർബാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. So they are playing football. They are playing cricket. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Let's see another example. I dash doing my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കൂ, is, has, am, or are. So which auxiliary verb can be used here? I am doing. We cannot say I is doing. We cannot say I has doing. We cannot even say I are doing, because along with I we can use only am as the auxiliary verb. I am doing my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. Let's see another example. Dash you come with me. നീ എൻ്റെ കൂടെ വരുമോ? Is, will, am, or are. നീ വരുമോ എന്നുള്ളത് ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലായി ഫ്യൂച്ചർ ടെൻസ്. നമുക്ക് ടെൻസിനെ കുറിച്ച് കൂടുതൽ വരുന്ന വീഡിയോസിൽ മനസ്സിലാക്കാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാം, വിൽ എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ വിൽ യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുമോ? ലെറ്റ്സ് സീ അനദർ വൺ. ഡാഷ് ഐ കം ഇൻ. ഞാൻ ഉള്ളിലോട്ട് വന്നോട്ടെ. നമ്മളിത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ? മേ ഐ കം ഇൻ. ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ. യെസ്, മേ ഈസ് ദ ഓക്സിലറി വെർബ് ഹിയർ. ലെറ്റ്സ് സീ അനദർ വൺ. Dash you get up early in the morning. നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമോ? Is or may
or do? Which auxiliary verb should be used here? We should use do. Do you get up early in the morning? So do is the auxiliary verb here. So we can say, do you get up early in the morning? So we'll see another one. She dash cooking. അവൾ കുക്ക് ചെയ്യുകയാണ്. It's very easy, right? She is cooking. അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Present continuous tense ആണ്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. So is ആണ് ഇവിടുത്തെ auxiliary verb. We'll see another one. Dash he speak English. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഇതൊരു ചോദ്യമാണല്ലേ. സോ വി കനോട്ട് സ്റ്റാർട്ട് വിത്ത് ഈസ്, മേ ഓർ ഈസ്. പക്ഷെ നമുക്ക് ഡു ഓർ ഡസ് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. വി കൻ നെവർ യൂസ് ഡു. വൈ? ഡു ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് പ്ലൂറൽ സബ്ജക്ട്സ്. ഇവിടെ നോക്കൂ, ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആണല്ലേ, ഏകവചനമാണ്. അതുകൊണ്ട് നമുക്ക് വി കനോട്ട് യൂസ് ഡു ഹിയർ. സോ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഡസ്. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? Does he speak English? We'll see the last one. What dash they doing? അവരെന്താണ് ചെയ്യുന്നത്? അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Is, are or do? നമുക്കറിയാം. What is they doing? We can never say, right? They is plural. ഇതിൻ്റെ കൂടെ നമുക്ക് is യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? Are. ഇതിങ്ങനെ എഴുതാം. What are they doing? അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവരെന്താണ് ചെയ്യുന്നത്? അവരെന്ത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്? ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഓക്സിലറി വെർബ്സിൻ്റെ യൂസേജിനെ കുറിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിൽ സീ ടുമോറോ വിത്ത് another video. Thank you very much.